ഹേ ഗായ്സ് അങ്ങനെ ഞാൻ നീണ്ട 3 മാസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യണത്. ഇന്ന് ശനിയാഴ്ച കാരണം ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ നീച്ചപ്പോൾ തന്നെ ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ നീച്ച് വന്നാൽ കുറച്ച് നേരം പിന്നാമ്പുറത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഉറക്കമത്തൊക്കെ മാറിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് നീക്കുള്ളൂ. നേരെ ഞാൻ ബ്രഷും പേസ്റ്റും ഫേസ് വാഷൊക്കെ എടുത്തിട്ട് നേരെ പല്ലേക്കാൻ വേണ്ടി പോവുകയാണ്. പല്ല് തേക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ തിരുമ്പണ കല്ലുമ്പോൾ ഇരുന്നിട്ടാണ് ഞാൻ പല്ല് തേക്കാറ്. എന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വാഷ് ബേസിലൊക്കെ വന്നിട്ടാണ് പല്ലേക്കുന്നത്. അത് പല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷൊക്കെ എടുത്തിട്ട് നന്നായി ഫേസൊക്കെ മസാജ് ചെയ്തിട്ട് ഫേസ് കഴുകിയിട്ടോ. എന്തായാലും ഫേസൊക്കെ കഴുകിയതല്ലേ, അപ്പോൾ കുറച്ച് നേരം കണ്ണാടിലൊക്കെ നിന്നിട്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. എന്നിട്ട് ഞാൻ നേരെ ചായ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ ഒഴിക്കണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ചപ്പാത്തിയും കുറച്ച് ഗ്രീൻ പീസ് കറിയാണ് എടുത്ത് കഴിച്ചത്. വീഡിയോ എടുക്കുമ്പോൾ 2 ചപ്പാത്തിയും കുറച്ച് ഗ്രീൻ പീസ് കറി ആയിരുന്നു. വീഡിയോ എടുക്കൽ കഴിഞ്ഞ് നോക്കുമ്പോൾ എത്രയൊന്നും ഞാൻ എണ്ണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ കിടക്കൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. നല്ല കുത്തിമറിച്ചിലാണ് എൻ്റെ അനിയത്തി, അതുകൊണ്ടാണ് കിടക്കട കോലമൊക്കെ ഇങ്ങനെ. ഞാനങ്ങനെ കുത്തിമറിയാറൊന്നുമില്ല, അവരെ മേത്തേക്ക് കൈയും കാലും എടുത്തൽ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ കിടക്കൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തി ചൂലൊക്കെ എടുത്ത് വന്നിട്ട് നല്ല കുട്ടിയായിട്ട് അടിച്ചു വരികയാണ്. അവൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അടിച്ചു വരാൻ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ചൂലൊക്കെ ഇട്ടിട്ട് അവളുടെ പാട്ടിന് പോയിട്ടോ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് പാല് മേടിച്ചിട്ടില്ല എന്ന്. അപ്പം നേരെ ഞാൻ കപ്പൊക്കെ എടുത്തിട്ട് ക്യാമറയും തൂക്കി പിടിച്ച് പാല് മേടിക്കാൻ പോയിട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള അഷറഫ് ഖാൻ്റെ അടുക്കാണ് ഞാൻ പാല് മേടിക്കാൻ പോണത്. അവിടുന്ന് പാല് കിട്ടിയ പാടെ നമ്മുടെ കുടിയിൽ തന്നെ വണ്ടി. വീഡിയോ എടുക്കണ കാരണം കൊണ്ടും വേഗം പണികൾ കഴിക്കേണ്ട കാരണം കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒരു ബക്കറ്റ് വെള്ളം തുടപ്പൊക്കെ എടുത്ത് വന്നു. അപ്പത്തിന് അനിയത്തി ഹാളൊക്കെ അടിച്ചു വരണായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെറ്റിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടക്കാറ്. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് വേഗം എൻ്റെ തുടക്കൽ അങ്ങോട്ട് കേൾക്കലാണ് പതിവ്. അപ്പോൾ എത്ര പെട്ടെന്ന് തുടക്കൽ കഴിയാമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് വേഗം കഴിഞ്ഞ പോലെയും തോന്നും. സമയത്തിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും കേട്ടോ. ഇക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി പറഞ്ഞാൽ തുടക്കലാണ്, പക്ഷേ ഇക്ക് കിട്ടിയ ഡ്യൂട്ടിയും തുടക്കലാണ് കേട്ടോ. എന്തൊരവസ്ഥയാണല്ലേ. അങ്ങനെ ഞാൻ നല്ല കുട്ടിയായിട്ട് വാഷ് ബേസൊക്കെ കഴുകി ടേബിളൊക്കെ ക്ലീനാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി, അടുക്കളയും വർക്ക് ഏരിയയൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. ആ വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ അവിടെ കുറേ പാത്രങ്ങളും ചാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളൊരു പാവല്ലേ. അങ്ങോട്ട് നല്ല കുട്ടിയെ നല്ല റാഹത്തായിട്ടൊരു കുളിയൊക്കെ ഉണ്ട് പാസ്സാക്കി വന്നിട്ട് ചോറങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ മോരുകറിയും മീനും പൊരിച്ചതാണെന്നുള്ളത്. അപ്പോൾ മോന് നല്ല സാപ്പിടലാണ്. ഉണ്ണിമുള്ള തീറ്റ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇടുകയാണ്. ചോറിനൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിൽ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫാമിലി ടൈമാണ് ഞങ്ങളുടെ. കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ലാസ്റ്റ് കുറച്ച് ബിരിയാണിക്ക് വരുന്നത്. ഞങ്ങൾ തല്ലൂടും ഉമ്മാക്ക് അറിയണത് കൊണ്ട് ഉമ്മ ഞങ്ങൾക്ക് 3 ആൾക്കും വരുത്താൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാളി റോഡിലേക്ക് പോകാമെന്ന് ഒരു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കുന്നുണ്ട്. അനിയത്തി അവിടെ സെറ്റായിട്ട് അവളെന്തൊക്കെ അവിടെ കാട്ടുന്നുണ്ട് കേട്ടോ. അവളോട് ഭദ്രകാളിയായിട്ട് പാൻറ്റിൻ്റെ വള്ളി കെട്ടുകയാണ് കേട്ടോ. നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പം ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉണ്ണിമോളുടെ മാറ്റിൽ അപ്പോഴും കേനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പത്തിന് ഇപ്പം പോയിട്ട് മാമാൻ്റെ കാറൊക്കെ എടുത്ത് വന്നു. നമ്മൾ മാമാൻ്റെ കാറിലാണ് ഇന്ന് പോണത്. അങ്ങനെ അപ്പത്തിനും ഉമ്മയും അനിയനും ഉപ്പയും എല്ലാവരും റെഡിയായി ഇറങ്ങി. അപ്പോൾ ഉപ്പമാടത്ത് നാസിനും ഇമ്രാനും ഇരുത്തിയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഇമ്രാനും ഞാൻ പോണ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചാറ്റൊക്കെ അവനോട് പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. കാറിൽ നല്ല മാസമായിട്ട് ഞാൻ കയറാൻ പോയിട്ട് ഡോറങ്ങോട്ട് തുറന്നപ്പോൾ ഇപ്പം ഡോർ ലോക്കാക്കിക്കുക. പിന്നെ നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ. തല്ലത്തിരിക്കണം എന്നൊക്കെയുള്ള സ്വഭാവം ഞങ്ങൾക്ക് നല്ല ഉണ്ട്. എന്നിട്ട് ഞങ്ങളുടെ നടുവിലിട്ടിക്കുക 2 ആളും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ നാസിക്കും ഇമ്രാനൊക്കെ ടാറ്റ കൊടുത്തിട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങി കേട്ടോ. മോനൂനാണെങ്കിൽ തീരെ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ മോന്ത വെറുപ്പിച്ചിരിക്കണത്. അപ്പോൾ ഇപ്പം ഇമ്മയും ഫ്രണ്ടിലിരുന്നിട്ട് ഭയങ്കര സംസാരങ്ങളാണ്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ പോണ വഴിക്കാണ് ഇപ്പാടെ ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇപ്പാടെ ഫ്രണ്ടിൻ്റെ മക്കളെയും ഭാര്യനെയും എല്ലാവരും കാണാൻ വെച്ചിട്ട് കയറിയതാണ്. അങ്ങനെ നമ്മളൊരു ബേബീനെയൊക്കെ കണ്ടിട്ട് ബേബീസിനെ കണ്ട് നമുക്ക് അപ്പോൾ വീഡിയോ എടുക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പാടെ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കാളി റോഡ് പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ പോണ വഴിക്ക് അടിപൊളി ഫ്ലെക്സൊക്കെ അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഏത് ടീം വേൾഡ് കപ്പ് അടിക്കുന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബ്രസീൽ ടീമാണ്, അപ്പോൾ ബ്രസീൽ തന്നെ വേൾഡ് കപ്പ് അടിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി കാളി റോഡ് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നേരെ പോയിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാനും ഇമ്മയും
അനിയത്തിയും പോയിട്ട് ഒരു യാസീനും ഫാത്തിഹയൊക്കെ ഓതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോനും ഇപ്പാനും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമായിരുന്നു ഒന്ന്. അപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും ഉമ്മയും ഉണ്ണിമോളും കൂടിയിട്ട് നേരെ ടോയ്ലറ്റിൽ പോവാണ്. അവിടെ നല്ല അടിപൊളിയിൽ മരമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി കയറാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം സ്കൂൾ വിടേണ്ട ടൈമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റോട്ടിൽ നല്ല ട്രാഫിക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കയറിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ബേക്കറി ചെന്നപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ നോക്കുമ്പോൾ ഉണ്ട് വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഷാപ്പാടടിച്ചു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി നേരെ നമ്മുടെ വീട്ടിലേക്ക് എന്നുള്ള ഒറ്റ മൈൻഡിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ സ്കൂളൊക്കെ കണ്ടു നോക്കുമ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് നേരെ നമ്മുടെ പറമ്പക്ക് പോയിട്ടോ. ഞാനൊരു ഏകദേശം ഒരു 1-2 വർഷമായി ഉണ്ടാവും അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കാറ് താഴത്ത് പാർക്ക് ചെയ്തിട്ട് മുകൾക്ക് കയറി പോവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ഓർമ്മകളൊക്കെ വന്നത്. ഞങ്ങളുടെ ആട്ടിൻകൂട്, ഞങ്ങളുടെ ആട്ടിൻകുട്ടികളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. സോ നമ്മളതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കേട്ടോ. ഇപ്പോൾ അവിടെ ആടുകളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പമ്മക്ക് വയ്യാതായ ടൈമിൽ ആടുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കി. പിന്നെ ഞാനും മോനും ഉണ്ണിമോളും കൂടിയിട്ട് പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ ബാക്കൊക്കെ തിരിഞ്ഞിട്ട് ഇപ്പാക്ക് വണ്ടി ബാക്ക് എടുക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കാമായിരുന്നു. കാരണം അവിടെ ഇവിടെയും തട്ടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പിമ്മയും കൂടിയിട്ട് മാമാടിക്ക് വണ്ടി കൊണ്ടെടുക്കാൻ പോയിട്ടോ. രാത്രി നമ്മളൊരു മസാലക്കടലയും അതുപോലെ ഞങ്ങൾ ചക്രം എന്നാണ് പറയുക, പക്ഷെ ഓടേന്ന് തോന്നുന്നുണ്ട്, അതൊക്കെ കഴിച്ചു. ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങി. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.